മോർണിംഗത്തെ സെഷൻ നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിരുന്നു. എൻ്റെ പേര് അർഷദാണ്. ഞാനിപ്പോൾ നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു നീറ്റ് കോച്ചിങ് സ്ഥാപന നീറ്റ് കോച്ചിങ്ങിനാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൺലൈൻ അക്കാദമി ഹെഡാണ്. ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് സൈഡിൽ MBA HR ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തേർഡ് സെം എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പ്രാക്ടിക്കലായിട്ടൊരു നോളജും ഇല്ല, പക്ഷേ തിയറി കാര്യങ്ങൾ എഴുതാനായിട്ട് HR പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ പഠിച്ചിടത്തോളം ഇപ്പോൾ അങ്ങനെയാണ് കിട്ടുന്നത്. എഴുതി ഉണ്ടാക്കാനായിട്ട് പറ്റും, പക്ഷെ പ്രാക്ടിക്കൽ നോളജ് ഈ കോഴ്സ് കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാക്കാനുള്ളൊരു സാധനം മൈൻഡിലുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡായിട്ട് ഞാൻ കൂടെ എക്സലും പഠിക്കുന്നുണ്ട് അങ്ങനെ ചെറുതായിട്ട്. അപ്പോൾ ഇവിടെ വന്ന് ഞാൻ മൊത്തത്തിലൊരു ഐഡിയ കിട്ടാണ്. ഇപ്പോൾ നമ്മുടെ മോർണിംഗത്തെ സെഷൻ നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിരുന്നു. അതിൽ JD ക്രിയേഷന്, അതുപോലെ തന്നെ പല വിധത്തിലുള്ള അപ്പോയിൻമെൻറ്റ് ലെറ്ററുകൾ, മീൻസ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, പാർട്ട് ടൈം ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്, ഞാൻ ചെറുതിലേക്ക് വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് ജസ്റ്റ് ഒരു ഇൻട്രോ കിട്ടാൻ വേണ്ടിയിട്ട് വർക്ക്ഷോപ്പിൽ വർക്ക്ഷോപ്പ് എങ്ങനെയാണ് കാര്യങ്ങൾ HR പോകുന്നതെന്നുള്ള പറയാനായിട്ടുള്ളൊരു ക്യൂരിയോസിറ്റി അങ്ങനെ വന്നതാണ്. എന്തായാലും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാരണം മൊത്തത്തിൽ ഒരു ഐഡിയ കിട്ടി. അതാണ് HR ബേസിൽ ബേസിക് വരുന്നുണ്ട്. ആദ്യം ഓഫറുകാർക്ക് കൊടുക്കുന്നത്, അതിന് ബേസ് ചെയ്തിട്ട് അപ്പോയിൻമെൻറ്റ് ലെറ്റർ കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇപ്പോൾ പേ സ്ലിപ്പുകളുണ്ട്, അറ്റൻഡൻസ് മാർക്കിംഗ് വേണം. ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ആണെങ്കിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം, മീൻസ് ഹാഫ് ഡേ ഫുൾ ഡേ എന്ന രീതിയിൽ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത്രയാണ്. എന്തായാലും നല്ല രീതിയിൽ ബെനിഫിറ്റ് ആയിട്ടുണ്ട്.